നമസ്കാരം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ചരിത്രവും കഥകളും കവിതകളും ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരുടെ ഒന്നും മതം നമുക്കൊരു വിഷയമേ ആകാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. അവിടെ നിന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏത് വിഷയത്തിലും മതം ഒരു കാരണമാകുന്ന, മതം അന്വേഷിക്കേണ്ടത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയത് എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്? തുറന്ന മനസ്സോടുകൂടി നമ്മൾ ആ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് ജനിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ബോധം വന്നു കഴിയുമ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, ഞാൻ ഇന്ന സംസ്ഥാനക്കാരനാണ്, ഞാൻ അതിലൊരു ജില്ലക്കാരനാണ്, ഞാൻ അതിലൊരു പഞ്ചായത്തുകാരനാണ്, ഞാൻ അതിലൊരു വാർഡിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലൊരു കളി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ വീറോടെ കൈയടിക്കുന്ന ആളെ, കളിക്കാർ റണ്ണെടുക്കാൻ വേണ്ടി, അവർ ഗോൾ അടിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ നമ്മുടെ കളിക്കാർക്ക് വേണ്ടി ആർത്തു വിളിക്കുകയും ചെയ്യും. ബോംബെയിലും ഡൽഹിയിലും കൽക്കത്തയിലും ഒക്കെയുള്ള കളിക്കാർ നമുക്ക് വേണ്ടി ഗോൾ അടിക്കുന്നത് കാത്തിരിക്കുന്നു. എന്നാൽ ഇതേ കളി ഇന്ത്യക്കകത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ പക്ഷത്തേക്ക് വരും. ആ സമയത്ത് നേരത്തെ ബോംബെക്കാരനായ നമുക്ക് വേണ്ടി ഗോൾ അടിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കളിക്കാരൻ ഗോൾ അടിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുക, തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഉള്ള, മലപ്പുറത്തോ ഉള്ള ഒരു കളിക്കാരൻ നമുക്ക് വേണ്ടി ഗോൾ അടിക്കുന്നത് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഈ കളി കേരളത്തിലേക്ക് വന്നാൽ, നമ്മൾ കോഴിക്കോട്ടുകാരനാണെങ്കിൽ അയാൾ കോഴിക്കോട്ടെ കളിക്കാരൻ ഗോൾ അടിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും. അയാൾ മലപ്പുറത്തും തിരുവനന്തപുരത്തുമുള്ള കളിക്കാരൻ ഗോൾ അടിക്കരുത് എന്ന് അയാൾ ആഗ്രഹിക്കും. വീണ്ടും ആ കളി നിങ്ങൾ നോക്കുക, അതൊരു പഞ്ചായത്തിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിന്റെ ആളായിട്ട് ചുരുങ്ങും. നമ്മുടെ വാർഡിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം വാർഡിലെ ക്ലബിന്റെ ആളായിട്ട് നമ്മൾ ചുരുങ്ങും. ഇത് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. നമ്മുടേത്, നമ്മുടെ നാട്, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ജില്ല, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, ഈ ഒരു വികാരം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ നമുക്കിവിടെ ജനിക്കുന്ന ആൾക്കാർക്ക് ഒരു രാജ്യം തെരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ ഇന്ത്യ തെരഞ്ഞെടുക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഈ രാജ്യം വിടാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവരൊന്നും ഇവിടെ ജനിക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരല്ല. പക്ഷെ നമ്മൾ ഇവിടെ ജനിക്കുമ്പോൾ വൈകാരികമായി ലോകത്തെല്ലാ മനുഷ്യർക്കും അവനവൻ ജനിച്ച ഒരു രാജ്യത്തോട് വൈകാരികമായിട്ടൊരു അടുപ്പമുണ്ടാകും. ഈ അടുപ്പം നമ്മുടെ കുടുംബത്തോടുണ്ടാകും, ഈ അടുപ്പം നമ്മുടെ മതത്തോടും ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു മതക്കാരനായത്? രമണിയുടെയും വേലായുധന്റെയും മകനായിട്ട് ജനിക്കുന്ന ഒരാൾ സുകുമാരനായിട്ട് മാറുന്നു. അന്നമ്മയുടെയും ചാക്കോച്ചന്റെയും മകനായിട്ട് ജനിക്കുന്ന ആൾ ജോർജ് ആയിട്ട് മാറുന്നു. ഐഷയുടെയും മുഹമ്മദ് അലിയുടെയും മകനായി ജനിക്കുന്ന ഒരാൾ സുലൈമാനായിട്ട് മാറുന്നു. സുലൈമാന്റെ വാപ്പ പള്ളിയിൽ കൊണ്ടുപോകുന്നു, മദ്രസയിൽ കൊണ്ടുപോകുന്നു. ജോർജിന്റെ അച്ഛൻ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. സുകുമാരന്റെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും ആ മതക്കാരായി മാറുന്നു. എൻ്റെ മതമാണ് നല്ല മതം എന്ന വിശ്വാസത്തിൽ ഓരോരുത്തരും ജീവിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ കാലങ്ങളായിട്ട് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനം ഇത്രയല്ലേ ഉള്ളൂ. ഓരോരുത്തരും വന്നുപെടുന്ന, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള മതം, ആ മതം നല്ല മതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും, ഇതാണ് മോക്ഷത്തിനുള്ള അല്ലെങ്കിൽ സ്വർഗം കിട്ടാനുള്ള മതം എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ മതത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് മതങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, മതം മാറുന്നത്. 1-2% ആൾക്കാർ മാത്രം. നമ്മുടെ രാജ്യവും നമ്മുടെ കുടുംബവും ഒക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു റോളും ഇല്ലെങ്കിലും ആ കുടുംബത്തിന്റെ കാര്യത്തിലും ആ രാജ്യത്തിലും നമ്മൾ അഭിമാനം കൊള്ളുന്നത് പോലെ നമുക്ക് ഒരു റോളും ഇല്ലാത്ത നമ്മുടെ മതത്തിന്റെ തെരഞ്ഞെടുപ്പിലും നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മതത്തെക്കുറിച്ച് ബുദ്ധിയുള്ള ആൾക്കാർ, ഞാൻ എൻ്റെ മതത്തെ എൻ്റെ നല്ല മതം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റവന്റെ മതത്തെ അവന്റെ നല്ല മതം എന്ന് പറയാനും വിശ്വസിക്കാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം മറ്റവന്റെ മതം അവന്റെ നല്ല മതമായി പരിഗണിച്ചിരുന്ന നമ്മളെ ആരാണ് ഇന്നത്തെ അവസ്ഥയിൽ ഒരു മതസ്പർദ്ധയിലേക്ക്, അവന്റെ മതം ചൂഴ്ന്നു നോക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്? ഇത് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന, നമ്മുടെ മനസ്സിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉത്തരം മതവിശ്വാസികൾ, മതഭ്രാന്തന്മാർ, മതപൊട്ടന്മാർ, അവരാണ് നമ്മളെ മതസ്പർദ്ധയുടെ ആളുകളാക്കി മാറ്റിയത് എന്നാണ്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ചരിത്രത്തിലുടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യയുടെ മാത്രം ചരിത്രം നോക്കൂ. ഇന്ത്യയിൽ ഒരുപാട് കാലം ഇവിടെ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്നു, മുഗളന്മാർ ഭരിച്ചിരുന്നു, ഒരുപാട്
മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ മനുഷ്യർക്കിടയിൽ വർഗീയ ലഹളകളും കലാപങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു, രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു, ആ യുദ്ധത്തിൽ അവരുടെ സൈനികർ പങ്കെടുത്തിരുന്നു എന്നല്ലാതെ മനുഷ്യർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, സാധാരണക്കാർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം ആദ്യമായി തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ മനുഷ്യരെ മതപരമായി വിഭജിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും കാരണങ്ങൾ കണ്ടെത്തുകയും അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തവരാണ് ബ്രിട്ടീഷുകാർ. ഈ നാട്ടിലെ മനുഷ്യർ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ ഓടിച്ചത്. ആ കാലത്തും മതത്തിന്റെ ആളുകളായിരുന്ന, മതത്തിന്റെ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിയ ബ്രിട്ടീഷുകാരുടെ അവരുടെ ആളുകളായിരുന്നവരൊന്നും ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ടില്ല. അവർ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകരുത്, അവരിവിടെ തന്നെ നിന്നോട്ടെ എന്ന താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ, പിന്നീട് മതപരമായി ഭിന്നത ഉണ്ടാക്കി ആ ഭിന്നതയിൽ നിന്ന് ഒരു ഭൂരിപക്ഷത്തെ സ്വാധീനിച്ച് ഇന്ത്യയിൽ ഭരണം, അധികാരം കയ്യിലെത്തിക്കാം എന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചു വന്ന പാർട്ടിയാണ് BJP. 1980കളുടെ അവസാനവും 1990കളിലുമൊക്കെ BJP ഇന്ത്യ മുഴുവനും ശക്തിയാർജിക്കുകയും ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ സംഘാടനം നടത്തുകയും രാജ്യത്ത് മൊത്തം വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ഭൂരിപക്ഷത്തിനപ്പുറത്തൊരു കൂട്ടരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അവർ നിങ്ങളെ ആക്രമിക്കും, അടിക്കും, അവർ നിങ്ങളെ കൊന്നുകളയുമെന്ന് മറ്റവരെ ഭീഷണിപ്പെടുത്തുകയും അവർ പെറ്റുപെരുകുന്നു എന്ന് കള്ളം പ്രചരിപ്പിക്കുകയും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും BJP വളർന്നിരുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇതിനുള്ള ശ്രമങ്ങൾ BJP നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ശബരിമലയിൽ ഹിന്ദു ഭക്തർ കാണിക്കയായിടുന്ന പണം അത് മുസ്ലിങ്ങൾക്ക് ഹജ്ജ് സബ്സിഡിക്ക് കൊടുക്കുന്നു, സർക്കാർ ശമ്പളം കൊടുക്കുന്നു, മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ കേരളം മൊത്തം നടത്തിയത്. അതുപോലെ നിരന്തരം പല പ്രചരണങ്ങളും നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ പരസ്പരം അറിയാവുന്ന സമുദായങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാതിരിക്കുകയും വെറും 5% പേരിൽ മാത്രമാണ് BJPക്ക് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ പറ്റിയത്. അതായത് BJPക്ക് വെറും 5% വോട്ടർമാർ മാത്രമുള്ള ഒരു സാഹചര്യമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നപ്പോഴും ഈ മാതിരി ദുഷ്പ്രചരണങ്ങൾ BJPക്കാർ നടത്തിയപ്പോഴും ഇന്ത്യയിൽ അവർക്ക് വെറും 5% വോട്ട് മാത്രമേ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഇനി മറുഭാഗത്ത് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇന്ത്യയിൽ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടതിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ആ അരക്ഷിതാവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന മുന്നണികളിൽ നിന്ന്, നിലനിന്നിരുന്ന മതേതര പാർട്ടികളിൽ നിന്ന് മാറി പുതിയ പാർട്ടികൾ, ആ പാർട്ടികൾ പോരാ എന്ന് തോന്നിയിട്ട് പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നു. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായ പാർട്ടികളാണ് PDP, അതേപോലെ SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ. ഈ പാർട്ടികളൊക്കെ വളരെ പെട്ടെന്ന്, ചില പാർട്ടികൾ വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോവുകയും ബാക്കി പാർട്ടികൾ ഒരു 2% മുസ്ലിങ്ങളുടെ വോട്ട് പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ചെറിയ പാർട്ടികളായിട്ട് ചെറിയ പോക്കറ്റുകളിൽ ഒതുങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെ മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കുന്ന, വർഗീയമായ മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നത് ലവ് ജിഹാദ് എന്ന പ്രചരണമാണ്. അതൊരു വല്ലാത്ത പ്രചരണമായിരുന്നു. കാരണം ഏത് കുടുംബത്തിൽ നിന്നാണെങ്കിലും മിശ്ര വിവാഹങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ മിശ്ര വിവാഹങ്ങൾ നടക്കുമ്പോൾ പോലും ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതക്കാരന്റെ കൂടെ, ഇനി സ്വന്തം മതക്കാരനാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് ഏത് കുടുംബത്തിനും വേദനാജനകമായി കണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ബോധപൂർവം നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാനുള്ള, നിങ്ങളെ കുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റി അവരെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്ന ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രചരണം ഇന്ത്യയിലുടനീളം ആരംഭിച്ചു. ആ പ്രചരണവും കേരളത്തിൽ കാര്യമായ അലയൊലികളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ 2010 ജൂലൈ 24 ഇന്ത്യയുടെ, നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി. കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ മറ്റു മതക്കാരെ പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും മതം മാറ്റുകയും അവർക്ക് ഒരുപാട് കുട്ടികളെ പ്രസവിപ്പിക്കുകയും അങ്ങനെ ഒരു 20 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന്
ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നത്. നമുക്ക് ആ പത്രസമ്മേളനം ഒന്ന് കേട്ടതിന് ശേഷം പറയാം. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇത്. ഇപ്പൊ നിങ്ങളൊരു അശരീരി കേൾക്കുന്നുണ്ടാവും. ആ അശരീരി കുറെ കാലമായി നമ്മുടെ അന്തരീക്ഷത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അശരീരിയാണ്. VS പറഞ്ഞത് NDF അല്ലേ എന്നാണ് അശരീരി. ശരിയാണ്, VS പറഞ്ഞത് NDF നെയാണ്. നമുക്കറിയാം NDF എന്നൊരു സംഘടന കേരളത്തിൽ വന്നപ്പോൾ ആ സംഘടനയെ ഏറ്റവും രൂക്ഷമായി എതിർത്തത് CPM-ഓ കോൺഗ്രസോ BJP-യോ അല്ല. അത് മുസ്ലിം സമുദായത്തിലുള്ള മുഖ്യധാരാ സംഘടനകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 സമസ്തകളാണ്. പള്ളി മെമ്പറുകളിൽ നിന്ന് പോലും തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് പോകരുത് എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് NDF-നെ ഒരു മുഖ്യധാരയിലേക്ക് കയറ്റാതിരിക്കാനുള്ള എല്ലാ ശ്രമവും സമസ്തയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി NDF-നെ എതിർത്തുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. VS അച്യുതാനന്ദൻ ഈ പ്രസ്താവന നടത്തിയപ്പോൾ VS-എ നിങ്ങൾ ആ പ്രസ്താവന തിരുത്തണം, ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്, നിങ്ങൾ ഇത് തിരുത്തണമെന്ന് VS അച്യുതാനന്ദനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അച്യുതാനന്ദൻ അത് കേട്ട ഭാവം പഠിച്ചില്ല. NDF-ന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിഷയം ചർച്ചയാകുകയും കേരളത്തിന്റെ പ്രതിപക്ഷം VS-എ നിങ്ങൾ തിരുത്തണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് NDF എന്ന സംഘടനയ്ക്കെതിരെ VS അച്യുതാനന്ദൻ ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസ്താവന തിരുത്തണമെന്ന് കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടത്? അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് പുറകോട്ട് പോയി മറ്റൊരു സംഭവം അറിയേണ്ടതുണ്ട്. ഇന്ത്യ ഒട്ടാകെ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സ്ഥിരമായി ചില ദുരൂഹ സംഭവങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ താനൂര്, തിരൂര്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ച് ഇടക്ക് പത്രങ്ങളിൽ വാർത്ത വരും. താനൂരിൽ അജ്ഞാത കപ്പൽ കണ്ടു, കൊല്ലം കടപ്പുറത്ത് അജ്ഞാത കപ്പൽ കണ്ടു. മനോരമയിലും അതേപോലെ കേരള കൗമുദിയൊക്കെയാണ് സ്ഥിരമായിട്ട് ഈ വാർത്ത കാണാറുള്ളത്. ആ വാർത്തയുടെ അടിയിൽ ഇതിൽ ആയുധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു എന്നൊക്കെ തുടങ്ങിയ വാർത്തകൾ, ദുരൂഹമായ വാർത്തകൾ പ്ലാന്റ് ചെയ്തു വെക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കപ്പൽ കണ്ടു, ഒരു ഓട്ടോറിക്ഷ കണ്ടു എന്നല്ല, ഒരു കപ്പൽ കണ്ടു. എങ്ങനെയാണ് ഇന്ത്യൻ നേവിയുടെ സർവേലൻസ് ഉള്ള, സൈനികരുള്ള ഒരുപാട് ബോട്ടുകളും കപ്പലുകളും ഒക്കെയുള്ള ഇന്ത്യയുടെ സമുദ്രത്തിലൂടെ വന്നിട്ട് ഒരു അജ്ഞാത കപ്പലിന് താനൂരോ അല്ലെങ്കിൽ തിരൂരിലൊക്കെ വരാൻ കഴിയുന്നത് എന്ന ചോദ്യം അന്ന് നമുക്ക് സാധാരണക്കാരന് ചോദിക്കാൻ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിരന്തരമായി പത്രങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മലയാള സിനിമയുടെ എല്ലാ മേഖലയിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അവരിൽ തിയേറ്റർ ഉടമകളുണ്ട്, അവരിൽ നിർമ്മാതാക്കളുണ്ട്, അവരിൽ നടന്മാരുണ്ട്, അവരിൽ നായക നടന്മാരുണ്ട്. എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്ലാം മതത്തിന് പറ്റാത്തത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ തിയേറ്ററുകൾ കത്തിച്ചു കളയുന്നു എന്ന ഒരു പ്രചരണം നടക്കുകയും പല സ്ഥലങ്ങളിലും തിയേറ്ററുകൾ കത്തിക്കുകയും ചെയ്തു. അതായത് ഒരു ദുരൂഹമായ സാഹചര്യം, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇവിടെ മുസ്ലിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ഇവിടെ പുറത്തുനിന്ന് ആയുധം വരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ഒരു ഇവിടെ ദുരൂഹമായ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന ഒരു സാഹചര്യം, അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ച ഒരു സന്ദർഭത്തിലാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നുള്ള CPM-ന്റെ MLA N കണ്ണൻ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. ആ സബ്മിഷനിൽ അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും ഈ ശബരിമല സീസണായി കഴിഞ്ഞാൽ കറുത്ത വസ്ത്രം വിൽക്കാൻ സമ്മതിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ ക്രിസ്മസ് സീസണായി കഴിഞ്ഞാൽ സ്റ്റാറും അതേപോലെ പുൽക്കൂടുകളുമൊന്നും വിൽക്കാൻ സമ്മതിക്കുന്നില്ല. അത്തരം ഒരു സംഘം മലപ്പുറം ജില്ലയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് N കണ്ണൻ നിയമസഭയിൽ പറയും.
ഇത് പറഞ്ഞതോടെ മലപ്പുറം ജില്ലയിൽ അന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്രസമ്മേളനം വിളിച്ചിട്ട് കണ്ണനോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതുവരെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ നക്ഷത്രം വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിലും അത്തരം ഒരു കേസ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഒരു ദുരൂഹത മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ തിയേറ്ററുകൾ കത്തിക്കുന്നു, പിന്നെ മുസ്ലിങ്ങളെ തേടി ആയുധങ്ങൾ വരുന്നു എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണം ഒരു ഭാഗത്ത് കത്തി നിൽക്കുമ്പോൾ അതിനൊരു ആധികാരികത കൊടുക്കുന്ന രീതിയിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു പച്ച നുണ CPM-ന്റെ ഒരു MLA പറയുന്നു. ആ സമയത്ത് നമ്മൾ ഇത് കേട്ടു. NDF-നെ അല്ലേ ഇദ്ദേഹം പറഞ്ഞത്? എൻ കണ്ണൻ പറഞ്ഞത് NDF-നെ അല്ലേ? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? 1999 മാർച്ച് 23-ന് കണ്ണൻ നിയമസഭയിൽ നടത്തിയ ഈ ദുരൂഹമായ സബ്മിഷന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ നോക്കൂ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ നിരവധി ക്ഷേത്രങ്ങൾ കാണാറുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഏത് ദൈവത്തിൻ്റെതാണ്? ഇത് ശിവക്ഷേത്രമാണോ? ഇത് ഭഗവതി ക്ഷേത്രമാണോ? ഇത് എന്ത് ക്ഷേത്രമാണ്? ഇത് കൃഷ്ണന്റെ ക്ഷേത്രമാണോ? ഇത് രാമന്റെ ക്ഷേത്രമാണോ എന്നൊന്നും സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാറില്ല. നമുക്കതെല്ലാം ഹിന്ദുക്കളുടെ അമ്പലമാണ്. ഇനി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ എത്രയോ ക്രിസ്ത്യൻ ചർച്ചുകൾ കാണുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഏതാണ് കാത്തലിക് ചർച്ച്, ഏതാണ് ഓർത്തഡോക്സ്, ഏതാണ് പെന്തക്കോസ്റ്റ്? നമുക്കത് അറിയില്ല. ഇവിടെ പെന്തക്കോസ്റ്റിന്റെ ശക്തി എത്രയാണ്, അല്ലെങ്കിൽ കത്തോലിക്കന്റെ ശക്തി എത്രയാണ്, അവരെത്ര ആളുണ്ട്, ഇവരെത്ര ശതമാനമുണ്ട്, ഇതിന്റെ ഒന്നും കണക്ക് 95% വരുന്ന സാധാരണക്കാർക്ക് അറിയില്ല. ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ ചർച്ചുകളാണ്. മുസ്ലിങ്ങളുടെ കാര്യം നോക്കൂ നിങ്ങൾ. മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നത് കാണാം. അവിടെ പള്ളിയുണ്ട്, മുജാഹിദ് പള്ളിയുണ്ട്, ജമാഅത്ത് പള്ളിയുണ്ട്, തബ്ലീഗ് പള്ളിയുണ്ട്, സുന്നി പള്ളിയുണ്ട്. ഇതിലേതാണ് പള്ളി? ഏതാണ് സംഘടന? ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മുസ്ലിം ജമാഅത്ത് ഉണ്ട്, മഹല്ല് ജമാഅത്ത് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഏതാണ് ശക്തി, ഏതാണ് ശക്തി ഇല്ലാത്തത് എന്നൊന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയില്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതൊക്കെ ഒരു മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽപ്പെട്ട ആരോ ഒരാൾ ഇവിടെ ഇത്തരം ഒരു കുൽസിത പ്രശ്നം ഒരു കുൽസിത ശ്രമം നടത്തുന്നുണ്ട്. അവര് കറുത്ത വസ്ത്രം വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാകുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സംഘടനയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഒരപ്പുറത്തുള്ള ഒരു മതക്കാരനും മനസ്സിലാവില്ല. നിങ്ങൾ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ നമുക്ക് പരസ്പരം മതത്തെക്കുറിച്ചുള്ള അറിവ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിങ്ങൾക്ക് പെരുന്നാളിന് റംസാൻ ആശംസ പറയുന്ന ഒരു കാലമാണ്. മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ മയ്യത്ത് നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് സുജൂദ് ചെയ്യുന്ന ചിത്രം കൊടുക്കുന്ന നാടാണ്. നമ്മൾ ഒരേ സമൂഹത്തിൽ അയൽക്കാരായും സുഹൃത്തുക്കളായും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റൊരു മതത്തിന്റെ സാങ്കേതികത്വത്തെക്കുറിച്ച്, അതിൽ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച്, അതിലെ സംഘടനകളെ കുറിച്ചൊന്നും പൊതുജനങ്ങൾക്ക് കാര്യമായ ധാരണ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മറ്റൊരു മതവിഭാഗത്തിലെ ഒരു സംഘടനയുണ്ട്, ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന തീവ്രവാദികളാണ് എന്ന നുണ പ്രചരിപ്പിച്ചാൽ ആ നുണ വിശ്വസിക്കുന്ന ഇപ്പുറത്തെ മതവിഭാഗം മറ്റേ മതവിഭാഗത്തിന്റെ ശത്രുക്കളായി മാറും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പല ദുരൂഹമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ദുരൂഹമായ സംഭവങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ആ സംഭവങ്ങൾക്കും ആ വാർത്തകൾക്കും സർട്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് എൻ കണ്ണൻ നിയമസഭയിൽ ഈ സബ്മിഷൻ അവതരിപ്പിച്ചത്. പുതിയ കാലഘട്ടത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറം മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗിന്റെ നേതാവായ ET മുഹമ്മദ് ബഷീറും CPM-ന്റെ ഒരു ജൂനിയർ നേതാവായ V വസീഫും തമ്മിൽ മത്സരിക്കുമ്പോൾ വസീഫിന് കിട്ടുന്ന വോട്ട് 3,43,888 വോട്ടുകളാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു CPM-കാരന് കിട്ടുന്ന വോട്ടാണ് 3,43,888 വോട്ടുകൾ. ഇത് നിങ്ങൾ നോക്കിയാൽ കേരളമൊട്ടാകെ പല തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾ, കേരളമൊട്ടാകെ കിട്ടിയ വോട്ടുകൾ 2 ലക്ഷം പോലും തികയില്ല. 1 കോടിയോളം മുസ്ലിങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ
2 ലക്ഷം വോട്ട് പോലും വാങ്ങിയെടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? വടകര തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ ജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി, പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി, രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി, എം സ്വരാജിനെ തോൽപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി, UDF നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ഇതൊക്കെ ആരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ്? CPM കേരളത്തിലെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ താല്പര്യം മറുഭാഗത്തല്ല. എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി? അവർക്ക് ഈ സമുദായത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് ഇത് തിരിച്ചറിയാത്ത, മഹല്ല് ജമാഅത്ത് ഏതാണ്, ജമാഅത്തെ ഇസ്ലാമി ഏതാണ്, കേരള മുസ്ലിം ജമാഅത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരായ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നുണ ഈ കാലഘട്ടത്തിലും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഒരു നുണയാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുമ്പ് കണ്ണൻ പറഞ്ഞിരുന്നത്. ഇതേ നുണയാണ് ഡൽഹിയിൽ പോയി VS അച്യുതാനന്ദനും പറഞ്ഞത്. VS അച്യുതാനന്ദൻ ഈ നുണ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലുടനീളം മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ നടക്കുമ്പോൾ എനിക്കൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ലവ് ജിഹാദ് ആരോപണം മാത്രമായി നിൽക്കുന്ന സമയത്താണ്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ വേറെ രാജ്യം ചോദിച്ചു പോകും എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ പോയി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് VS അച്യുതാനന്ദൻ പറയുന്നത് 20 വർഷം കൊണ്ട് കേരളത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റണം. നിങ്ങൾ മനസ്സിലാക്കണം, സംസ്ഥാനം എന്ന് പോലും അല്ല അദ്ദേഹം പറയുന്നത്, ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു മതമാറ്റ ശ്രമം നടന്നതിന് പേരിൽ ഒരു കേസെങ്കിലും എടുത്തതായിട്ട്, അപ്പോൾ മുഖ്യമന്ത്രിയാണ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, അത്തരം ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമത്തിനെതിരെ നടപടി എടുക്കേണ്ട ആളല്ലേ മുഖ്യമന്ത്രി? ഏതെങ്കിലും ഒരു കേസിനെതിരെ മുഖ്യമന്ത്രി നടപടി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ്, അത്തരം ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതം മാറ്റത്തിന്റെ കണക്കുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ കണക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മതം മാറുന്നത് ക്രിസ്തു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കാണ്. അതായത് ഇവിടെ നടക്കുന്ന മതം മാറ്റങ്ങളുടെ 90% ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടു, അദ്ദേഹം ഒരു ഹിന്ദു യുവതിയെ കല്യാണം കഴിച്ച് മാമോദീസ മുഖ്യ ക്രിസ്ത്യാനിയാക്കി. ഇതേപോലെ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ അവർ കല്യാണം കഴിക്കുന്ന ആളുകളുടെ മതത്തിലേക്ക് നടക്കുന്ന മതം മാറ്റമാണ് കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മതം മാറ്റം. ബാക്കി മതം മാറ്റങ്ങളൊക്കെ വളരെ അപൂർവമായി വിരലിലെണ്ണാവുന്ന മതം മാറ്റങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന മതം മാറ്റങ്ങളുടെ കണക്ക് സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു ലോജിക്കുമില്ലാതെ ഇവിടെ പണം കൊടുത്തുകൊണ്ട് മതം മാറ്റുന്നു, 20 കൊല്ലം കൊണ്ട് ഈ കേരളത്തെ മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന് VS അച്യുതാനന്ദൻ ഡൽഹിയിൽ പോയി പറയുന്നത്. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകർ സാക്ഷ്യം പറയുന്നുണ്ട്. ലേഖകന്മാർ ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് കരുതി വെച്ച ഉത്തരം പറയുകയായിരുന്നു VS അച്യുതാനന്ദൻ. ഈ പ്രസ്താവന വന്നതോടുകൂടി കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും VS ഇത് തിരുത്തണമെന്ന് പറഞ്ഞു. നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷെ VS തിരുത്തുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വലിയ പ്രശ്നമായി. മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കള്ളക്കഥകൾ, 3000 കുട്ടികളെ മതം മാറ്റി, കൗമുദിയും മംഗളവും ഒക്കെ കള്ളക്കഥകൾ എഴുതാൻ തുടങ്ങി. ആ സമയത്തും പലരും VS-നോട് പറഞ്ഞു, ഒരാധികാരികതയും ഇല്ലാത്ത കളവുകൾ നിങ്ങളുടെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇത് തിരുത്തണമെന്ന് പറഞ്ഞു. VS തിരുത്തിയില്ല. അത് കഴിഞ്ഞ് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചു. കേരള ഹൈക്കോടതി കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. കർണാടകയിൽ അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. ഏതൊക്കെ ഏജൻസികൾ അന്വേഷിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞു ലവ് ജിഹാദ് നുണയാണ്, അങ്ങനെ ഒരു സംഗതി ഇന്ത്യയിൽ എവിടെയും നടക്കുന്നില്ല, അതിനൊരു തെളിവുമില്ല എന്ന് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ പറഞ്ഞപ്പോഴും VS-നോട് പലരും പറഞ്ഞു നിങ്ങൾ അത് തിരുത്തണം. VS തിരുത്തിയില്ല. അതും കഴിഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗത്തും യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ലവ് ജിഹാദുമായി പ്രചരണത്തിനിറങ്ങുകയും അവരൊരു തെളിവായി ഇത് ഞങ്ങൾ പറയുന്നതല്ല, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഈ കാര്യം
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്താൻ തുടങ്ങി. ही नहीं कह रहा हूं। सन 2010 में केरल के कम्युनिस्ट मुख्यमंत्री वीएस अच्युतानंदन ने भी इस बात को कहा था कि केरल में लव जिहाद केरल को मुस्लिम मेजोरिटी का स्टेट बनाने की एक साजिश का हिस्सा है। एक साम्यवादी मुख्यमंत्री इस बात को कहता है तो आप लोग बुरा नहीं मानते, मैं कहता हूं तो आपको बुरा लग रहा है। मुझे लगता है कि इस पर अवश्य आत्ममंथन होना चाहिए। ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഈ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്തും പലരും വി എസിനോട് പറഞ്ഞു, വി എസ് നിങ്ങളത് തിരുത്തണം. വി എസ് തിരുത്തിയില്ല. വി എസിന്റെ ഈ പ്രസ്താവനയെ ആധികാരിക രേഖയാക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ ചില ക്രൈസ്തവ താമരശ്ശേരി ബിഷപ്പിലെ പോലെയുള്ള ചില ആളുകൾ അവരുടെ സൺഡേ സ്കൂളിലൊക്കെ ഇത്തരം ലവ് ജിഹാദിനെ കുറിച്ച് പഠിപ്പിച്ചു, ലവ് ജിഹാദിനെ കുറിച്ച് പുസ്തകം എഴുതി. അവര് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ പൊടിയിട്ട് തന്ന് നിങ്ങളെ മതം മാറ്റുമെന്ന് പറഞ്ഞു, തൂവാല കൊണ്ട് തടവി നിങ്ങളെ മതം മാറ്റുമെന്ന് പറഞ്ഞു. പി സി ജോർജിനെ പോലുള്ള ആൾക്കാരൊക്കെ വായിൽ വരുന്നതൊക്കെ പ്രസംഗിച്ചു നടന്നു. ആ സമയത്തൊക്കെ ഇവർ പറഞ്ഞിരുന്നവർക്കൊക്കെ ഉള്ള ഒരു ആധികാരിക രേഖ വി എസ് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. അപ്പോഴൊന്നും വി എസ് അച്യുതാനന്ദൻ തിരുത്തിയില്ല. ഇനി അതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇത് അത്രയും വഷളായി മുന്നോട്ട് പോയ ശേഷം കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികളെ മുസ്ലിങ്ങൾ മതം മാറ്റി കൊണ്ടുപോയി എന്ന മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നൊരു പ്രചരണം നടത്തുന്ന ഒരു സിനിമ വന്നു. ആ സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ ടൈറ്റിലിൽ വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവന കാണിച്ച സമയത്ത് ആ പ്രസ്താവന കാണിക്കരുത്, അതൊരു തെറ്റായ പ്രസ്താവനയാണ് എന്നൊരു വാക്ക് വി എസോ വി എസിന്റെ പാർട്ടിയോ പറഞ്ഞിട്ടില്ല. അതും കഴിഞ്ഞാണ് ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നു. ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന സമയത്ത് ആ സിനിമയുടെ സംവിധായകൻ പത്രസമ്മേളനം നടത്തി പറയുന്നു, എനിക്ക് ഈ സിനിമയ്ക്ക് പ്രചോദനമായത് വി എസ് അച്യുതാനന്ദനാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്ര വിഷലിപ്തമായ ഒരു സിനിമ ഉണ്ടാക്കാൻ കാരണക്കാരനായി അയാളിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് എന്ന് സംവിധായകൻ പറയുമ്പോൾ ആ പറഞ്ഞത് തെറ്റാണ്, അത് വി എസിന് അപമാനകരമാണ് എന്ന് കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ വിവിധ മതക്കാരായ മനുഷ്യർക്കിടയിൽ മുസ്ലിം വെറുപ്പ് പടർത്തുന്നത് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ലവ് ജിഹാദ് എന്ന ആരോപണമാണ്. ആ ലവ് ജിഹാദ് പ്ലാൻ ചെയ്ത് ഇറക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വി എസ് അച്യുതാനന്ദനാണ്. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തോട് ഇത് തിരുത്തണമെന്ന് പല കാര്യത്തിലും വി എസ് അച്യുതാനന്ദനെ തിരുത്തിയിട്ടുള്ള പാർട്ടി ഒരിക്കൽ പോലും ഈ കാര്യത്തിൽ നിങ്ങൾ തിരുത്തണമെന്ന് വി എസ് അച്യുതാനന്ദനോട് പറഞ്ഞിട്ടുമില്ല. ഇത് നിങ്ങൾ നോക്കൂ, അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് NDF അല്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ ഒരു മുസ്ലിം ഡിവൈഎഫ്ഐക്കാരനായ മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യാനി യുവതിയെ കല്യാണം കഴിച്ചപ്പോൾ CPMന്റെ MLA ആയ ജോർജ് M. തോമസ് ആണ് പറഞ്ഞത് അത് ലവ് ജിഹാദാണെന്ന്. അയാൾ NDF കാരനായിട്ടാണോ? ഈ ഒരു സാഹചര്യം വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം സംഘടനകളും ആ സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷവും ഒക്കെ വി എസിനോട് തിരുത്തണമെന്ന് പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം ഇത്രയേറെ കലുഷിതമാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മതക്കാരല്ല, അത് രാഷ്ട്രീയക്കാരാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ചിലരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വംശീയമായ മുസ്ലിം വിരോധം അത് പ്രകടിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധി ഉണ്ടാക്കിയ നേതാക്കന്മാരെയും പ്രസ്ഥാനങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മൾ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ മതങ്ങളിലാണ് നമ്മൾ തപ്പുന്നത്, മതങ്ങളിലല്ല. ഈ പ്രശ്നമുണ്ടാക്കുന്നവരും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരും മുസ്ലിം വിരോധമുള്ള, മുസ്ലിങ്ങളോട് വംശീയ വിരോധമുള്ള, മുസ്ലിങ്ങളോട് വർഗീയമായി വിരോധം കാണിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ സ്പർദ്ധയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ വളർന്നു വന്നിരിക്കുന്നത്. വി എസിന്റെ കാര്യത്തിൽ ഞാൻ 2 ഉദാഹരണങ്ങൾ കൂടി പറയാം. കേരളത്തിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നാണ്. നമുക്കറിയാം, ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ സ്കൂളില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കേൾക്കുന്ന മറുപടി അവിടെ പെറ്റുപെരുകുന്നു എന്നാണ്. നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും നോക്കിയാൽ തമിഴ്നാട്ടിലാണ് കൂടുതൽ ജനങ്ങളുള്ളത്. അതിന്റെ അർത്ഥം
തമിഴ്നാട്ടിൽ പെറ്റുപെരുകുന്നു എന്നാണോ? തമിഴ്നാട് ഒരു വലിയ ജില്ലയാണ്, ഒരു വലിയ സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ കൂടുതൽ ഉണ്ടാവും. മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട കാലം മുതൽ കേരളത്തിന്റെ ഏറ്റവും വലിയ 3 താലൂക്കുകൾ ചേർന്ന്, ഒരുപാട് ജനസംഖ്യയുള്ള 3 താലൂക്കുകൾ ചേർന്ന് രൂപീകരിക്കപ്പെട്ട, കേരളത്തിലെ വലിപ്പം കൊണ്ട് 2ാം സ്ഥാനത്തുള്ള വലിയ ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറം ജില്ലയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സ്കൂളുകളും സ്ഥാപനങ്ങളും കൊടുക്കുന്നതിന് പകരം അവിടെ സ്കൂൾ ചോദിച്ചാൽ നിങ്ങൾ പെറ്റുപെരുകയാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ A+ വാങ്ങിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് കോപ്പി അടിച്ചിട്ടായിരിക്കുമെന്ന വംശീയമായ വർഗീയമായ പരാമർശം VS അച്യുതാനന്ദൻ നടത്തുന്നു. ജില്ലാ കമ്മിറ്റി അത് തിരുത്തി. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പാലോളി മുഹമ്മദ് കുട്ടി അത് തിരുത്തി. സമാനമായ സംഭവമാണ് ഈ മുസ്ലിം ലീഗ് നേതാവായ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ നെഞ്ചിലേറ്റ കുത്താണ്. നോക്കൂ നിങ്ങൾ, അഹമ്മദ് സാഹിബ് ഒരു കാലത്ത് കേരളത്തിലെ നമ്മളിപ്പോ കാണുന്ന, ഇപ്പൊ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുന്നത് പോലെ ഒന്നിച്ചു നിന്ന് കേരളം ഭരിച്ചവരാണ് CPM-ഉം മുസ്ലിം ലീഗും. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം ഭരിക്കുന്ന സമയത്ത് ആ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്ത, ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് മുസ്ലിം ലീഗ്. അഹമ്മദ് സാഹിബ് കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്, ഒരുപാട് കാലം MLA ആയിരുന്ന ആളാണ്, ഒരുപാട് കാലം MP ആയിരുന്ന ആളാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് അഹമ്മദ്. ആ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയാവുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ നെഞ്ചിലേറ്റ കുത്താണ് എന്ന് ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അയാൾക്കുള്ളിൽ എത്ര വർഗീയത ഉണ്ടാവണം, എത്ര വംശീയത ഉണ്ടാവണം. ഇനി ആ പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. എപ്പോൾ? കേരളത്തിൽ നിന്ന് അൽഫോൺസ് കണ്ണന്താനം BJP മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്തിനേറ്റ കുത്താണെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ രണ്ടും രാഷ്ട്രീയ പ്രസ്താവനയാണ് നമുക്ക് പറയാമായിരുന്നു. PC തോമസ് മന്ത്രിയാകുമ്പോൾ, കേന്ദ്രത്തിൽ BJP മന്ത്രിസഭയിൽ PC തോമസ് മന്ത്രിയാകുമ്പോൾ ഇതേ പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ, വംശീയമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് മതങ്ങളല്ല, മത നേതാക്കന്മാരല്ല. ഇവിടെ പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങളാണ്, അത് രാഷ്ട്രീയക്കാരാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രതികളായ രാഷ്ട്രീയക്കാർക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നവരെ വർഗീയവാദി എന്നും വംശീയവാദി എന്നും സുഡാപ്പി എന്നും താലിബാനി എന്നും വിളിക്കാനുള്ള ഗുണ്ടകളെ നിരത്തി നിർത്തിയിട്ടാണ് ഈ നേതാക്കന്മാർ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്നാൽ അധികാരവും പണവും മാത്രമായി അധപതിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരാണ് നമ്മളെ വർഗീയവാദികളാക്കി മാറ്റുന്നത്, നമ്മളെ വംശീയവാദികളാക്കി മാറ്റുന്നത്, നമ്മളെ പരസ്പരം കണ്ടാൽ വെറുപ്പുള്ളവരാക്കി മാറ്റുന്നത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളും ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലതുപോലെ പരസ്പരം തല്ലുകൂടുന്ന, പരസ്പരം കടിച്ചു കീറുന്ന മനുഷ്യരായി മാറും. നമ്മൾ ഇവരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കിടയിൽ വർഗീയത ഊട്ടി വളർത്തുന്ന നേതാക്കളെയും പ്രസ്ഥാനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതേ വിഷയത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.